ഇന്ത്യക്കാരിൽ ഒരാൾക്ക് HIV രോഗബാധ്യതയുണ്ട്. ഇതിൽ നിങ്ങളുടെ റിസ്ക് എത്രമാത്രമാണ്? അത് നമുക്ക് എങ്ങനെ പരിശോധിക്കാം? ഇതിനെക്കുറിച്ച് നമുക്ക് ആശ ഫൗണ്ടേഷൻസിൽ നിന്നും വന്നിരിക്കുന്ന ഗ്ലോറിയോട് ചോദിക്കാം. HIV പരിശോധന ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും ചെയ്യുന്നുണ്ട്. ഇത് ICTC, അതായത് ഇൻറ്റിഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററിലുണ്ട്. അത് സർക്കാരിൻ്റെയാണ്. അതുമല്ലാതെ NGOസും നടത്തുന്നുണ്ട്. ഇത് പ്രൈവറ്റായിട്ടും ലഭ്യമാണ്. HIV പരിശോധനയിൽ എപ്പോഴും കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അതിൽ പ്രീ ടെസ്റ്റ് കൗൺസിലിംഗും പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിംഗും ഉണ്ടാവും. പ്രീ ടെസ്റ്റിന് വരുമ്പോൾ കൗൺസിലിംഗിന് വരുന്ന വ്യക്തിയുടെ റിസ്ക് ഫാക്ടറാണ് നോക്കുക. അപകടനില എത്രത്തോളമെന്ന് കണ്ടുപിടിക്കണം. അതുമാത്രമല്ലാതെ ആ വ്യക്തിക്ക് HIV എയ്ഡ്സിനെ പറ്റി അറിയാവുന്നതും അറിയാത്തതും ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. പിന്നീട് ആ വ്യക്തിയോട് HIV പരിശോധന എങ്ങനെയാണ് നടത്തുന്നതെന്ന് പറയാറുണ്ട്. HIV പരിശോധനയിൽ മിനിമം 3 ടെസ്റ്റെങ്കിലും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ടേ കൺഫേം ചെയ്യൂ. 3 ടെസ്റ്റ് റിസൾട്ടും അറിയുന്നത് വരെ ആ വ്യക്തിക്ക് HIV പോസിറ്റീവ് ആണെന്ന് പറയാൻ ഒരിക്കലും പറ്റുന്നതല്ല. പരിചയമില്ലാത്ത വ്യക്തിയോടൊപ്പം സുരക്ഷയില്ലാത്ത ലൈംഗിക ബന്ധം പുലർത്തുക, ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായി ലൈംഗിക ബന്ധം പുലർത്തുക, ഇതൊന്നും പാടില്ലാത്തതാണ്. വിവാഹം കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലാണെങ്കിലും ഒരാൾക്ക് HIV ഉണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അപ്പോൾ രണ്ടാളും HIV ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. പ്രഗ്നൻ്റ് ആണെങ്കിൽ ഉടനെ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അമ്മയ്ക്ക് HIV ഉണ്ടെങ്കിൽ ഗർഭത്തിലെ ശിശുവിനും അത് പകരുവാൻ വളരെ സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് മാസത്തിൽ പല പ്രാവശ്യം പനി വരികയോ മറ്റോ ചെയ്താൽ ആ വ്യക്തി എപ്പോഴെങ്കിലും രക്തദാനം സ്വീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുകയാണെങ്കിൽ ഉടനെ തന്നെ ആ ടെസ്റ്റ് ചെയ്യണം. HIV ടെസ്റ്റ് ഇവർക്ക് നിർബന്ധമാണ്. HIV ഇവർക്കൊക്കെ സംശയാസ്പദമായ ഒരു ഫാക്ടർ തന്നെയാണ്. ഒരു വ്യക്തി ലൈംഗിക ബന്ധം 2 ആഴ്ചയ്ക്ക് മുൻപ് നടത്തിയിട്ടുണ്ടെങ്കിൽ 8 ആഴ്ചയ്ക്കുള്ളിലെ പരിശോധനയുടെ റിസൾട്ട് അറിയൂ. കൃമികൾ ശരീരത്തിൽ കയറിക്കൂടുവാൻ മിനിമം 8 ആഴ്ചയെങ്കിലും വേണ്ടിവരും. ലോകത്തെവിടെയാണെങ്കിലും ശരി, HIV ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ആന്റിബോഡീസ് ടെസ്റ്റിംഗ് ആണ്. വൈറസ് നേരിട്ട് ചെക്ക് ചെയ്യല്ല. എംദിലിലേക്ക് വന്നതിന് വളരെ നന്ദി ഡോക്ടർ. നിങ്ങൾക്കും നന്ദി പ്രേക്ഷകരെ. ഇതെങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് നിങ്ങളും എല്ലാ സജീവ ഉപകരണങ്ങളുമുള്ള ടെസ്റ്റ് സെന്ററിലോ ക്ലിനിക്കിലോ പോയി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.